ദൈവം ദാനം നൽകിയ ജീവനെ നിഷേധിക്കുന്ന മാതാപിതാക്കൾ തിരിച്ചറിയണം. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ലൈംഗിക ബന്ധം നടത്തിയാലൊന്നും മക്കളുണ്ടാകത്തില്ല. ഇന്ന് ഗൈനക്കോളജിസ്റ്റുമാരോട് ചോദിച്ചാൽ അവർ പറയും ഭർത്താവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മക്കളില്ല. എന്താ സഹോദരങ്ങളെ സംഭവിച്ചത്? ഇതാ ദൈവം തരുന്ന ജീവൻ്റെ മേൽ മനുഷ്യൻ കൈവച്ചതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. ഇയ്യോബിൻ്റെ പുസ്തകം 38:8 വായിച്ചേ. 38:8. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ചു കളഞ്ഞവൻ ആർ? നമ്മൾ കാണുന്നത് ഒരു കൊച്ചാ, എന്നാൽ ദൈവം കാണുന്നത് ഒരു ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു സമുദ്രമാണ് സഹോദരങ്ങളെ. മദർ തെരേസ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉപവിയുടെ സിസ്റ്റേഴ്സ്, അവർ ചെയ്യുന്ന ശുശ്രൂഷ, അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കതിൻ്റെ ഒന്നും ആഴം മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ ഒരു ചാരിറ്റി പ്രസ്ഥാനത്തിനും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. പിന്നെ കഴിവെങ്കിൽ കുറ്റം പറയും. ഇതാ പാവപ്പെട്ടവൻ്റെ പേര് വെച്ച് റേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പാവപ്പെട്ടവൻ്റെ പേര് വെച്ച് സാരി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ധർമ്മസ്ഥാപനം കണ്ടോ അതിനെല്ലാം കൊന്നു കൊലവിളിക്കുക അല്ലാതെ പോയി ശുശ്രൂഷിക്കാനോ പോകാനോ നമ്മൾ ഒരിക്കലും പോകാറില്ല. അത് ഏത് സ്ഥാപനം നടത്തിയാലും, ഏത് സഭ നടത്തിയാലും, ഏത് വ്യക്തി നടത്തിയാലും, ഏത് മതം നടത്തിയാലും. ഒരു വ്യക്തി അല്ല ദൈവം കാണുന്നത്, ഒരു ജനതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ വീണ്ടും കർത്താവ് ചോദിക്കുന്നു, 15-ാമത്തെ തിരുവചനം. ഓരോ അബോർഷൻ ചെയ്യുന്ന കുഞ്ഞും അപ്പനോടും അമ്മയോടും ചോദിക്കുന്ന ചോദ്യമാണ്. 31-ാം അധ്യായം 15-ാമത്തെ തിരുവചനം വായിച്ചേ. അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? നിന്നെ ഒരമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ നിന്റെ അമ്മ അബോർഷൻ ചെയ്തോ? ഓരോ അമ്മമാരോടും ഉദരത്തിൽ കിടക്കുന്ന കൊച്ചു ചോദിക്കും. ഇതാ ചോദിച്ചത്, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയവൻ തന്നെയല്ലേ എന്നെയും ഉദരത്തിൽ ഉരുവാക്കിയത്? നിനക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, എനിക്കെന്തേ ജീവിക്കാൻ അവകാശമില്ലാത്തേ? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ അപ്പൻ്റെ അമ്മയുടെ അനുവാദത്തോടെ അല്ല വരുന്നത്. ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ദൈവം ചോദിച്ചിട്ടില്ല നിനക്ക് ഇന്നലെ അപ്പനും ഈ അമ്മയും തന്നേക്കാമെന്ന് പറയുന്നത്. മാതാപിതാക്കളെ തിരിച്ചറിയുക, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഉദാഹരണങ്ങൾ പറയാമെന്നറിയാമോ? ആദ്യകാലങ്ങളിൽ കുഞ്ഞിനെ ദൈവം കൊടുക്കും, അന്നേരം വിചാരിക്കും ഇപ്പോൾ UK പോകാൻ ഗർഭം തടസ്സമാണ്, ഇപ്പോൾ സൗദിക്ക് നേഴ്സാകാൻ ഗർഭം തടസ്സമാണ്, ഇപ്പോൾ ജോലി സാധ്യത ഉള്ളതുകൊണ്ട് കുഞ്ഞ് തടസ്സമാണ്, ജോലി കിട്ടാൻ തടസ്സം, സാമ്പത്തിക പ്രതിസന്ധിക്ക് കൊച്ചു തടസ്സം, എന്തെല്ലാം കാരണം പറഞ്ഞാണ് ഓരോ ഗ്ലാമർ പോകും, സൗന്ദര്യം പോകും, കഴിവ് നഷ്ടപ്പെടും, ജീവിതസുഖം നഷ്ടപ്പെടും, സാമ്പത്തിക പ്രതിസന്ധിയാണ്, കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, എന്തെല്ലാം 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 കാര്യം പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിഷേധിക്കുന്നത്. ബൈബിളിൽ ഒരു ചരിത്രം തന്നെ മാറ്റി എഴുതിയ പുസ്തകമാണ് പുറപ്പാട്. ഇസ്രായേൽ ജനത അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം യാക്കോബിൻ്റെ 12 മക്കളാണ്. 12 മക്കളെയും കൊണ്ട് ഒരു സഹോദരൻ അടിമത്ത ഭവനത്തിൽ രാജാവാവുകയും അവിടെ അവർ സുഖമായി ജീവിക്കുകയും ചെയ്തു. ഇസ്രായേൽ എന്ന ഒറ്റ നാമം ആ നാട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈജിപ്തിനെ ദൈവം അനുഗ്രഹിച്ചത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ട് ഭയന്ന ഫറവോ, പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ 1 തൊട്ടൊന്ന് വായിക്കുക. അവനും അവൻ്റെ കൂട്ടുകാരും പറഞ്ഞു, ഇതാ ഇസ്രായേൽ ജനത ഇങ്ങനെ പെരുകിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകും. മക്കളുണ്ടായാൽ സമ്പത്ത് തകരുമെന്ന് ചിന്തിക്കുന്ന അപ്പനും അമ്മയും നന്നായി ധ്യാനിച്ചോ. ഇവർ നമ്മളെ നാളെ കീഴ്പ്പെടുത്തും, ഇവർ നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും എതിരാണ്. എന്നെക്കൊണ്ട് കഷ്ടപ്പെടാൻ പറ്റത്തില്ല, ആകെ 2 ഉണ്ട്, ഒന്നിനെ തന്നെ നോക്കാൻ പറ്റില്ല, പിന്നെ ഇനി 3-ാമത്തത്. 4 പറഞ്ഞ തീർന്നു, 5 പോട്ടെ. ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? പലതും വെറുപ്പാണ് പഴയ മാതാപിതാക്കളോട്. എന്താണ്? കഞ്ഞി കൊടുത്തോ, സുഖസൗകര്യം കൊടുത്തോ, എന്നെ പഠിപ്പിക്കാൻ വിട്ടോ. ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ കൊച്ചാകുമ്പോൾ ഞാൻ ഉരുട്ടി ഉരുട്ടി കൊടുക്കും. എന്നിട്ടിപ്പോൾ എന്തായി? നിൻ്റെ കൊച്ചാണോ മെച്ചം, അതോ നിൻ്റെ അപ്പൻ്റെ കൊച്ചായ നീയാണോ മെച്ചം? ചോദിക്കട്ടെ, മാതാപിതാക്കളുടെ ബഹുമാനം ഇപ്പോഴത്തെ പിള്ളേർക്കാണോ അതോ പഴയ തലമുറയിലെ പിള്ളേർക്കാണോ? എന്തേ ഇപ്പോൾ പഴയതായി പോയത്? ഇപ്പം എല്ലാം ഇല്ലേ?
പണ്ട് അപ്പം കള്ളു കുടിച്ച് റോഡിൽ കിടക്കും, അമ്മ പട്ടിണി കിടന്ന് ജോലി ഉണ്ടാക്കിയിട്ട് വേണം മക്കളെ നോക്കാൻ. എന്നാലും കുടിച്ചു വരുന്ന അപ്പം വരുമ്പോൾ ഊര പൊക്കി കൊടുക്കാൻ ഒരു മകനും ഒരു മകൾക്കും വിഷമം ഉണ്ടായില്ല. ഇപ്പോൾ അപ്പനും മകനും ഫ്രണ്ടാണ്, ബാക്കാണ്, എല്ലാം കുത്തി വായിലേക്ക് വെച്ച് കൊടുത്തിട്ടും ഇപ്പം എന്നാ അപ്പം വരുമ്പോൾ എഴുന്നേക്കുവോ? ഇപ്പോഴും കിട്ടിയത് പോരാന്ന് പറയുന്നേ. പണ്ട് കുടിച്ചു കിടന്ന അപ്പനോട് മുഖത്ത് നോക്കി പറയില്ലായിരുന്നു തന്ന് പോരായിരുന്നു കേട്ടോ എന്ന്. ഇപ്പോഴോ പോരാ, എന്നെ ഉണ്ടാക്കിയെന്നാ പറയുന്നേ. മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് ഞരമ്പ് കുറിക്കുന്ന മക്കള്, ആവശ്യപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അപ്പനും അമ്മയും വീട്ടിലിട്ട് പൂട്ടുന്ന മക്കള്. പറ, മാനസിക പക്വത ഇപ്പോഴാണോ അതോ പണ്ടായിരുന്നോ? പണ്ടൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്ക്, ഇറങ്ങി പോടാ അവിടെ നിന്ന് പറഞ്ഞാൽ. ഇന്ന് പേടിയാ. കാരണം എന്താണ്? ആകെ ഒന്നേ ഉള്ളൂ. 2 തല്ല് വെച്ച് കൊടുക്കാനും പോലും പേടിയാ. കഴുത്തേ കുത്തി പിടിക്കുന്ന പേടി. ഇപ്പോൾ വളർത്താനും പറ്റില്ല, വളർത്താതിരിക്കാനും പറ്റത്തില്ലാത്ത ഗതികേട്. എന്തുകൊണ്ടാണ് വരാൻ കാരണം? ഒറ്റ കാരണമുള്ളൂ, അവനവൻ്റെ സുഖം നോക്കി മക്കളുടെ എണ്ണം കുറച്ചു. ഈ ഈജിപ്തുകാരനെടുത്ത നിലപാട്, ഇസ്രായേൽക്കാരോട് എടുത്ത നിലപാട് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ആവർത്തിച്ചതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങൾ വായിച്ചു നോക്കിക്കേ. പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് മഹാമാരികൾ വഴിയാണ്. ഈജിപ്തിൻ്റെ മേൽ 10 മഹാമാരികൾ ആരംഭിക്കാനുള്ള കാരണം ഇസ്രായേൽ ജനതയ്ക്കെതിരെ കുഞ്ഞുങ്ങളെ കൊന്നത് വഴി ആരംഭിച്ചത് മാത്രമാണ്. മോശ എന്നവൻ്റെ ഉത്ഭവം തൊട്ട് ഇതാ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനം ആരംഭിക്കുന്നത് നമ്മളത് നന്മയായിട്ടാണ് കാണുന്നതെങ്കിലും സഹോദരങ്ങളെ, ഇതാ മക്കൾക്ക് ജന്മം കൊടുക്കാൻ മടിച്ചതും അത് നിഷേധിച്ചതുമാണ് ഈജിപ്ത് തകരാനുള്ള കാരണം. ഇന്നും കുടുംബജീവിതം തകർന്നു പോകുന്നുണ്ടോ? മക്കൾക്ക് ജന്മം കൊടുക്കാൻ മടിക്കുന്ന അപ്പനും അമ്മയുമാണ്. യാതൊരു തടസ്സവും കാര്യത്തിലില്ല. ഇന്ന് പ്രേമം കൂടുന്നതിന് മാതാപിതാക്കൾ ടെൻഷൻ പിടിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം? ഹൃദയം തുറന്ന് മക്കൾക്ക് പങ്കുവെക്കാൻ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാത്രി 2 മണിയാകുമ്പോൾ അല്ലെങ്കിൽ വെളുപ്പം കാലത്ത് 2 മണി 3 മണിയാകുമ്പോൾ ഫോൺ വിളിച്ച് ചേട്ടാ ഉമ്മ തരാവോ, എന്തെങ്കിലും സംസാരിക്കാവോ എന്ന് പറഞ്ഞ് ഈ പിള്ളേർ ചൊറിയാൻ കാരണം എന്തുകൊണ്ടാണ്? പങ്കുവെക്കാൻ ആളില്ല, കൊടുക്കാൻ ആളില്ല. ഒരു വികാരം വരട്ടെ, മനസ്സൊന്ന് തുറക്കാൻ പറയട്ടെ. ഇന്ന് പ്രേമിക്കുന്ന പിള്ളേരോട് മുഴുവൻ ചോദിച്ചാൽ പറയും എൻ്റെ സങ്കടം കാണാൻ അപ്പന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല, ജോലിയാണ്, അതാണ് ഇതാണ്, എന്തെല്ലാം പ്രതിസന്ധി, തിരക്കൊഴിഞ്ഞ സമയമില്ല. മക്കളുടെ വികാരം പങ്കുവെക്കാൻ മക്കൾക്കേ സഹോദരങ്ങളെ പറ്റുള്ളൂ. പള്ളിയിലച്ഛൻ്റെ സങ്കടം തീർക്കാൻ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന 2 അച്ഛന്മാരുണ്ട്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഇതുപോലെ ഓരോരുത്തർക്കും അവനവൻ്റെ മെത്രാന്മാരുടെ വികാരം, അവരുടെ സങ്കടം പറയും. ഞങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെ കുഞ്ഞുങ്ങൾ, നമ്മളെന്താ പറയുന്നത്? ഞാനും എൻ്റെ മകനും ഫ്രണ്ടാ ബാക്കാ ഒന്നാ, ഞങ്ങളെല്ലാ കാര്യം തുറന്നു പറയും. ഒരു കാര്യം, നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ അമ്മ ഇന്നൊരു ചെറുക്കനെ കണ്ടു, നല്ല ഗ്ലാമർ സാധനമായിരുന്നു, അതിനൊന്ന് പ്രേമിക്കാൻ തീരുമാനിച്ചെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെന്താ പറയുന്നത്? ഞങ്ങളുടെ ഒറ്റക്കെട്ട, എൻ്റെ കൊച്ചു എന്നെ മറിച്ച് ഒന്നും പറയത്തില്ല, പോയി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എല്ലാം പോയി എന്നുള്ളത്. പങ്കുവെക്കാൻ ആളെ കൊടുക്കാത്തതാണ് മാതാപിതാക്കളെ ഇന്ന് നമ്മൾ ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്കറിയാതെ ആവേശമൊക്കെ അങ്ങ് തുടങ്ങും. അത് കുഴപ്പമുണ്ടായിട്ടല്ല, എനിക്ക് 7 മക്കളാണ് ഉള്ളത്. ജന്മം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന എല്ലാ ടെൻഷനും നന്നായി അനുഭവിച്ചൊരു വ്യക്തിയാണ്. എന്തെല്ലാം പരാതികളാണ് നമുക്കുണ്ടാകുന്നത്. എന്നോട് ഈ കോട്ടയത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലരും, ഇതെന്നാ അച്ഛാ, ഒരു വണ്ടിയുണ്ട്, പട്ടി പോലെ കുറേ പിള്ളേരും പട്ടിയും കുറ്റിയും ഇങ്ങനെ നടക്കുന്ന പോലെ. ഒരച്ഛനോട് ഇതാണ് പറയുന്നെങ്കിൽ നിങ്ങളോട് പിന്നെ എന്തായിരിക്കും പറയുന്നത്? ഞാനെല്ലാ ധ്യാനത്തിനും പറയുന്ന കാര്യം നിങ്ങളോടും പറഞ്ഞേക്കാം. ആദ്യമൊരു കൊച്ചുണ്ടായി കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഓ അച്ഛനാണ് ഇപ്പോൾ യഥാർത്ഥ അച്ഛനായത്, പള്ളിയിലെ അച്ഛനും കൊച്ചിൻ്റെ അച്ഛനുമായി എന്ന് പറഞ്ഞു. ആൺകൊച്ചായപ്പോൾ കൺഗ്രാജുലേഷൻ്റെ ഒരു പ്രവാഹം. 2ാമത്തെ കൊച്ചായി പറഞ്ഞു, അല്ല ഇത്രയൊന്നും പെട്ടെന്ന് വേണ്ടായിരുന്നു, ആദ്യത്തെ കൊച്ച് വളർന്ന് ഒരു പക്വതയൊക്കെ ആയിട്ട് പോരെ ഫാദർ. 2 വയസ്സിൻ്റെ ഗ്യാപ്പ്, 1.5 വയസ്സിൻ്റെ ഗ്യാപ്പ് എങ്ങാണ്ടുള്ളൂ 2 പിള്ളേർ തമ്മിൽ. 3ാമത്തെ കൊച്ച് ആയി കഴിഞ്ഞപ്പോൾ വിശ്വാസികളൊക്കെ പറയാൻ തുടങ്ങി, ഫാദർ മതി കേട്ടോ, നമുക്ക് ഒരു പരിധിയൊക്കെ ഉണ്ട് ഇതിന്. എന്നും അച്ഛൻ കോട്ടയത്ത്, ഞാൻ അന്ന് വയനാട്ടിലാണ്, എന്നും അച്ഛൻ ധ്യാനമാണ്, കോട്ടയത്താണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, അമ്മായിക്കാണെങ്കിൽ ഒരു ഒഴിവും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. എന്നോടിതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ സ്നേഹമായിട്ട് നിങ്ങളോടൊക്കെ പറയുന്നത്. കാരണം നിങ്ങളാണ് നാളെ കേട്ട് കഴിയാൻ നേരം തല വലിക്കാൻ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ്. 4ാമത്തെ കൊച്ചായതോടുകൂടി പറഞ്ഞു, ആ ബിനോയച്ചൊരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ഇത് ഭക്തി മൂത്ത് വട്ടായി പോയി എന്ന് പറഞ്ഞു.
ഈ കാലഘട്ടത്തിലൊക്കെ 4 മക്കളെയും കൊണ്ടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞ് ഇതാരെക്കൊണ്ട് പറ്റുന്നു? ഇവിടെ ഒന്നിനെ വളർത്താൻ പറ്റുന്നില്ല. 5ാമത്തെ കൊച്ച് ആയപ്പോൾ എന്നോട് സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരായ വൈദികർ, എന്നോട് സ്നേഹമുള്ള പല ആത്മീയ ശിഷ്യഗണങ്ങളും, ഗുരുക്കന്മാരൊന്നും പറയില്ല, ശിഷ്യഗണങ്ങളും വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ധ്യാനത്തിനൊക്കെ പോകുന്നത് നല്ലതാണ്, എങ്കിലും അച്ഛനൊരു പ്രത്യേക വരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ഓർത്ത്, ദൈവമേ എന്ത് വരമാണ് കിട്ടാനുള്ളതെന്ന് ഓർത്ത് കണ്ണക്കടച്ച് പറയൂ ഞാൻ ആ വരമൊന്ന് കേൾക്കട്ടെ എന്നോർത്തപ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ആത്മസംയമനം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേണ്ട വരം ആത്മസമയം. നാട്ടുകാരും വീട്ടുകാരും എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അങ്ങ് നിർത്തിയേക്കാം. 5ാമത്തെ കൊച്ചായതോടെ പരിപാടി ഇങ്ങ് പൊളിച്ചിട്ടപ്പെട്ടു. അങ്ങനെയാണ് പാത്രികീസ് ബാവയെ കാണാൻ വേണ്ടി പോയത്. ബാവയെ കണ്ടപ്പോൾ എനിക്ക് 5 മക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാവയ്ക്ക് ഭയങ്കര സന്തോഷം. സാക്കാപ്രധാൻ ബാവയാണ്. നിങ്ങളിതിന് ബാവ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാവ എൻ്റെ തലയിൽ കഴിച്ചിട്ട് പറയടാ ഇനി നിനക്ക് മക്കളുണ്ടാവും എന്ന് പറഞ്ഞു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ കോളടിച്ചു, ബാക്കിയുള്ളവർക്ക് ഇനി ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു പരിപാടിയൊക്കെ നിർത്തി, ബക്കറ്റ് വാങ്ങി പോയതാണ്. വയനാട്ടിൽ ബക്കറ്റ് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസവം നിർത്തി എന്നാണ് അർത്ഥം. ഗവൺമെൻറ് ഫ്രീ കൊടുക്കുന്ന സാധനത്തിൻ്റെ പേരാണത്. സ്നേഹമുള്ളവരെ 6ാമത്തെ കൊച്ച്. അങ്ങനെ ഇപ്പോൾ അത് 7ാമത്തെയായി. ഞാനിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആലോചിക്കും കേട്ടോ, ഈ കോട്ടയത്ത് 2 പട്ടിയും പിടിച്ച് നടക്കുന്നോ എന്നാ ഗമയാണെന്നറിയോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചങ്ങല 2 കയ്യേലും കാലേലും ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ രാവിലെ എന്നാ പോസാ. ഈ പാവപ്പെട്ട പിള്ളേരെയും കൊണ്ട് അങ്ങനെ പള്ളിയിൽ വരുമ്പോൾ പലരും പറയുന്നത് മക്കളെ നോക്കാൻ എന്നാ കഷ്ടപ്പാടാന്ന്. കോട്ടയത്തൊരു പട്ടി വളർത്തുന്ന കാശുണ്ടെങ്കിൽ വയനാട്ടിൽ 4 കുട്ടിയെ വളർത്താം. എന്തെല്ലാം ട്രീറ്റ്മെൻറ്റാണ് പട്ടിക്ക്. അവസാനം സ്വഭാവം അതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്, പട്ടിയെപ്പോലെ. എന്തെങ്കിലും പറഞ്ഞാൽ കാലാട്ടും, ആവശ്യമില്ലാത്ത സമയത്ത് കുരയ്ക്കും, രാത്രിയിട്ട് ഉറക്കമില്ല. മാതാപിതാക്കളെ, നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പുതിയ സുവിശേഷമായിട്ട് മാറണം. കല്യാണത്തിനൊക്കെ പോയി ചാപ്പാട് കൊണ്ടിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് പോരണതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം. ഞാൻ ഏത് കല്യാണത്തിന് പോയാലും ഒരു അനുഗ്രഹം കൊടുക്കും. അച്ഛൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ഏത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും തലയിൽ കവിച്ച് ഞാൻ പറയും, കർത്താവേ നീ എനിക്ക് തന്ന സമ്പത്തിൻ്റെ ഇരട്ടി അങ്ങ് ഉണ്ടാവട്ടെ എന്ന് പറയും. നമ്മളിങ്ങനെ അനുഗ്രഹം കൊടുക്കണം എല്ലാവർക്കും. ഇതിപ്പോൾ എന്താണ്, 3ാമത്തെ ഗർഭിണിയാകുമ്പോൾ ഇവൻ്റെ കൺട്രോളാണോ പോയത്, ആത്മസംയമനാണോ പോയത്? നമ്മളതിന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. 4ാമതൊരു കുഞ്ഞ് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കല്ലെറിയുന്ന പ്രത്യേകിച്ച് പെണ്ണിൻ്റെ അമ്മയായിരിക്കും ആദ്യം കല്ലെറിയാൻ നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരും കൂടി കല്ലെറി. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതിന് ആര് തീറ്റ കൊടുക്കും? ഈ നാട്ടുകാരുടെ ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇവരാ തീറ്റ കൊടുക്കുന്നതെന്ന്. സ്നേഹമുള്ളവരെ, സത്യത്തിൽ ഞാൻ ഇന്നും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന അച്ഛനാണ്. തൊട്ടടുത്ത് വയനാട്ടിൽ അവിടെ നിന്ന് വന്നു ധ്യാന ശുശ്രൂഷയായിട്ടൊക്കെ ബന്ധപ്പെട്ട് 2 വർഷമായി ഞാൻ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത്. എനിക്കൊരു കുറവും വന്നിട്ടില്ല. സാമ്പത്തിക മേഖലയിലൊന്നും ദൈവം എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്രയൊക്കെ മക്കൾ നൽകിയിട്ടുണ്ടോ. എൻ്റെ ആയുസ്സിൽ ഞാനൊരു ജില്ലാ കളക്ടറായിക്കോട്ടെ, ആ ജില്ലാ കളക്ടറായി നിന്നുകൊണ്ട് ശമ്പളം വാങ്ങിയാൽ പോലും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വിവരമില്ലാത്തവനോ പൊട്ടനൊന്നല്ല ദൈവം. നമ്മൾ ദൈവത്തെ പൊട്ടനാക്കരുത്, ദൈവത്തിന് വിവരമില്ലെന്ന് പറയരുത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സംവിധാനത്തിൽ നമ്മൾ കൈവച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, ഇനി നിൻ്റെ കൊച്ചിനെ നീ ഒന്ന് വളർത്ത്. അതേ നമ്മുടെ മക്കൾക്ക് പറ്റിയിട്ടുള്ളൂ. സാമ്പത്തിക നില തകർന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെ നിങ്ങളൊന്ന് പോയി നോക്ക്. എത്ര വീടുകളാണ് പൂട്ടിക്കിടക്കണമെന്നറിയോ? എത്ര വീടുകളാണെന്നറിയോ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്? എത്ര വീടുകളാണെന്നറിയോ ആളില്ലാതെ നടക്കുന്നത്? കർത്താവിൻ്റെ വാഗ്ദാനമാണ്, നീ മക്കൾക്ക് ജന്മം കൊടുത്ത് ഭൂമിയെ കൈവശമാക്കുക. ഇത് പട്ടിക്ക് കൈവശം കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും? അതുപോലെ സംഭവിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയാണ്. പലപ്പോഴും കുമ്പസാരത്തിൽ വിഴുങ്ങിവിടുന്നതും അച്ഛനും എനിക്കും കേട്ടാൽ ഡീസൻ്റായ പാപമേഖലയിൽ ഉൾപ്പെട്ട സാധനമാണ് വ്യഭിചാരം. ചെയ്യുമ്പോൾ ആരും അറിയിക്കത്തുമില്ല, ആരോടും പറയത്തില്ല. ഇരിപ്പ് കണ്ടാൽ കന്യകമറിയാം തോറ്റുപോകുന്ന വിശുദ്ധിയും നമ്മുടെ നടപ്പും. എന്നിട്ട് എന്ത് പറ്റുന്നു? ഇതും വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. അവസാനം സംശയം ഒരു വഴിക്ക്, പിന്നെ മക്കൾ ആ വഴിക്ക്, നമ്മൾ ഈ വഴിക്ക്, ആകെ പ്രശ്നം.
സ്നേഹമുള്ളവരെ, ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം ദൈവം തരുന്ന സ്ഥാനമാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത്. അതിന് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ലൈംഗികത. അത് പാപമല്ല. ലൈംഗികത എന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ്, അത് വിശുദ്ധമാണ്. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? വിശുദ്ധന്മാർക്ക് മാത്രമുള്ളതാണ്. ലൈംഗികത കൈകാര്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? വിശുദ്ധന്മാർക്ക് മാത്രമാണ്. നമ്മുടെ വിചാരം എന്താണ്? കല്യാണം കഴിക്കാത്തവരൊക്കെ വിശുദ്ധന്മാർ, കല്യാണം കഴിച്ചവരൊക്കെ എന്തായി? അയ്യോ അച്ചീച്ചി ചീച്ചിയും പറ്റിയവരൊക്കെ. അല്ല സഹോദരങ്ങളെ, ലൈംഗികത വിശുദ്ധന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഭാര്യയായാലും ഭർത്താവായാലും വിളിക്കപ്പെട്ട വ്യക്തി കെട്ടുകുമ്പസാരം, കല്യാണ കുമ്പസാരം, പ്രീ മാരേജ് കൗൺസിൽ അത് കൂടിയിട്ടേ ഇതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ഈ ബലിപീഠത്തിന് മുമ്പാകെ വന്ന് നിൽക്കുമ്പോൾ നീ ഒരു പരിശുദ്ധനായിരിക്കണം, നീ ഒരു വിശുദ്ധനായിരിക്കണം. അല്ലാതെ നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഇതിൻ്റെ മുറിവുകളും ഇതിൻ്റെ ഓർമ്മകളും ഈ പറഞ്ഞിരിക്കുന്ന പാപമെല്ലാം നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ തലമുറയിലേക്ക് അത് ബാധിക്കും. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഈ ലൈംഗികത ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നത് നിനക്ക് ദൈവമായിരിക്കും. ഹോസിയ പ്രവചനം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ഹോശയ പ്രവചനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ തക്കവണ്ണം അവരുടെ പ്രവൃത്തി സമ്മതിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ഈ മ്ലേച്ഛ പ്രാവം ഒരു വ്യക്തിയിൽ ആവർത്തിക്കാൻ തുടങ്ങിയാൽ ഇത് മാത്രം എന്ത് ചെയ്യും? തലമുറയ്ക്ക് കൈമാറി കൊടുക്കും. കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുവിൻ. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാപത്തെ വെറുത്ത് ജീവിക്കണം. ഇത്തരത്തിലുള്ള സംസാരം പോലും പാടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 10 തൊട്ട് വായിച്ചു. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം 1 അവകാശമാക്കുകയില്ല. കൊരിന്ത്യർ 6-ാം അധ്യായം 14 തൊട്ടുള്ള വചനം. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി. നമുക്കറിവില്ലേ? ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന എൻ്റെ കൈയാണ്. അതുകൊണ്ട് പറയുകയാണ് ആകെ പണി ഇത് മാത്രമെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ശരീരത്തിൻ്റെ മൊത്തം പാർട്ടാണ് കൈ എന്ന് പറയുന്ന പോലെ. ഇതുപോലെ 2016 ജീവിക്കേണ്ട ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയിരിക്കുന്നു? ഒരു ശരീരം കള്ളു കുടിക്കുമ്പോൾ മറ്റേ ശരീരം വ്യഭിചാരത്തിന് പോകുന്നു. അതുകൊണ്ട് ക്രിസ്തു എന്ത് ചെയ്യുന്നു? മലിനപ്പെട്ടു പോകുന്നു. തട്ടുവച്ചേ, ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? കണ്ടോ, അവളുമായി ഒറ്റ ശരീരമായി തീരുന്നു. പിന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിന് ദൈവമായിട്ട് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നു. അതാണ് വിശുദ്ധരുടെ ആത്മാവെന്ന് പറയുന്നത്. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. പിന്നെ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിനു വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യും. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നവനാണ്. ചില രോഗങ്ങളുണ്ട്, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ ശരീരത്തിൽ ചില അണുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അണുക്കളാണ്. രോഗം വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഈ അടുത്തിടെയായിട്ട് ചില രോഗങ്ങൾ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അണുക്കൾ തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ വരുന്ന രീതിയിലേക്ക് മാറും. ഇതുപോലെയാണ് വ്യഭിചാരത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ശരീരത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇത് ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് അറിയില്ലേ?
ഇനി വ്യഭിചാരം ചെയ്താൽ സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ? ഈ പാപം വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറ്റബോധം, നമ്മുടെ മാനസികമായ നിലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ഇതൊക്കെ ശരീരത്തിനും മനസ്സിനും ബാധിക്കുമെങ്കിൽ ആത്മാവിന് ബാധിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട്. അത് റോമാലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വചനം. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സ്വവർഗഭോഗം എന്ന് പറയുന്നൊരു പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനാണോ മൃഗത്തിനാണോ ബോധമുള്ളത്? മനുഷ്യനാണ് ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പട്ടിയും വേറൊരു പട്ടിയുടെ കൂടെ കല്യാണം കഴിക്കാൻ പോയിട്ടില്ല. ആൺപട്ടി ആൺപട്ടിയോട്, ഒരു കാളയും മറ്റൊരു കാളയോട് ഇണചേരാൻ പോയിട്ടില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ എന്ത് പറയുന്നു? ന്യായത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ബലഹീനതയുടെ, പാരമ്പര്യത്തിൻ്റെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതാ ആണിനെ കല്യാണം കഴിക്കാൻ, ആണുമായിട്ടുള്ള ബന്ധങ്ങൾ തെറ്റല്ല, ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സോദോം ഗോമോരയുടെ അധപതനത്തിന് കാരണം ലോത്ത് പറഞ്ഞു, കന്യകമാരുടെ പുരുഷ സ്പർശനം ഏൽക്കാത്ത കന്യകമാർ എനിക്കുണ്ട്, ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ വിരുന്നുകാരെ, ഗസ്റ്റുകളെ നശിപ്പിക്കരുത്. അവരുടെ ആ പരാക്രമത്തിനെതിരെ കിട്ടിയതാണ് സോദോം ഗോമോരയുടെ അധപതനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വവർഗഭോഗം, സ്വയംഭോഗം, മൃഗഭോഗം, ദൈവം അനുവദിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ അത് ചെയ്യുന്ന വ്യക്തികൾ, കുടുംബം, തലമുറ അത് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. താഴ്ത്തു വായിച്ചു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ, മ്ലേച്ഛതയുടെ തെറ്റിന്, വ്യഭിചാരത്തിൻ്റെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കുന്നു. എന്താ ശിക്ഷ എന്നറിയാമോ സഹോദരങ്ങളെ? വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്, താഴ്ത്തു വായിച്ചു, വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വചനമാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത്. ഇതാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതും. ഇന്നീ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ. ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ ചെയ്തു കൂട്ടുന്ന മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ വ്യക്തികൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തിന് വേണ്ടി ജീവിക്കാനോ ഇഷ്ടമല്ല. അവർക്ക് ദൈവം എന്ന് പറയുന്ന പോലും പുച്ഛമാണ്. ഇതാണ് ഈ പാപത്തിൻ്റെ പരിണിതഫലം. രഹസ്യമായി പാപം ചെയ്ത് കൂട്ടുന്നവർക്ക് ഇതാ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല, മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. മ്ലേച്ഛ പാപങ്ങൾക്ക് അടിമപ്പെട്ടവനോട് സ്തുതിക്കാൻ പറയുമ്പോൾ അവന് ക്ഷീണം, തളർച്ച, ഓക്കാനം, ഛർദി ഇല്ലാത്ത കേസ് കിട്ടുണ്ടാവില്ല. കർത്താവിനെ കാണുമ്പോൾ ഇച്ചിരി കൂടി തുണി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയും. എല്ലാം മ്ലേച്ഛത, എല്ലാം. അതാണ് അവന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന കാര്യം ഇതാ. ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? 4 പേരിങ്ങനെ കാണൂലേ? പ്രേമിക്കാൻ നേരത്തെ ഈ 4 പേര് കാണുന്നുള്ള ബോധമുണ്ടോ? അപ്പനും അമ്മയും പ്രേമം വേണ്ട മോളെ ശരിയല്ലെന്ന് പറഞ്ഞാൽ പോലും തന്തയ്ക്കും തള്ളയ്ക്കും എന്നെ അപ്പത്ര സൂക്കേട്, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കും. ആ പറയുന്ന വ്യക്തിക്കാണ് ഒരു പള്ളി കാണാൻ നേരത്ത് കുരിശ് വരയ്ക്കാനോ ഒന്ന് കുമ്പസാരിക്കാനോ കുർബാന അനുഭവിക്കാനോ മടിയാ. ഇതാണ് അതിൻ്റെ കാരണം. അധമവികാരങ്ങൾക്കും, അധമവികാരം, അനുചിത പ്രവൃത്തി. വിവേകം നഷ്ടപ്പെട്ടു പോകും, വികാരത്തിന് ജീവിക്കാൻ തുടങ്ങും. അതോ അനുചിതമായ പ്രവൃത്തിയായിരിക്കും ചെയ്തു കൂട്ടുന്നത്. ഇതാണ് വ്യഭിചാരത്തിൻ്റെ തിക്താനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനം എന്താ പറയുന്നത്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വേറൊന്നും ദൈവത്തിന് ആഗ്രഹമില്ല. നമ്മളെ ഈ ധ്യാനത്തിന് ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ വിശുദ്ധീകരണം. യെശയ്യാ 59:11 വചനം പറഞ്ഞ് ഓർമ്മയില്ലേ? 59:1. രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരത്തിനൊന്നും കുഴപ്പമില്ല, കേൾക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ ചെവിക്കും കുഴപ്പമില്ല. ഈ അകൃത്യങ്ങൾ നീ ഉപേക്ഷിക്കുക, ദൈവം നിൻ്റെ സ്വന്തമായിരിക്കും. ദൈവം നമ്മുടെ സ്വന്തമാണെങ്കിലോ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മൾ വേദനിക്കാനോ അസ്വസ്ഥപ്പെടാനോ ഭാരപ്പെടാനോ ഒന്നും ഇടവരില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം, നിൻ്റെ കൂടെ എനിക്ക് നടക്കണം. അതിന് നീ നിൻ്റെ ജീവിതം വിശുദ്ധീകരിക്കുക. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ.